ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അലൂമിനിയം കുക്കർ നല്ല ക്ലീൻ ആക്കി എടുക്കാനുള്ള ഒരു ടിപ്പും കൊണ്ടാണ്. അലൂമിനിയം കുക്കർ മാത്രമല്ല, അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും ഏത് പാത്രങ്ങളും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ കുക്കർ ഇപ്പം ഞാൻ 4 മാസമായി ഉപയോഗിച്ചിട്ട്. അപ്പോൾ ലോങ് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് സോഡയ്ക്ക് അപ്പക്കാരം, അപ്പസോഡ, അങ്ങനെ പല പേരുകളുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ബേക്കിംഗ് സോഡ എന്ന് പറയാം, അതായിരിക്കും കൂടുതൽ പേർക്ക് മനസ്സിലാവുക. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 ടേബിൾ സ്പൂണോളം വിനെഗർ ഒഴിച്ച് കൊടുക്കാം. വിനെഗർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു റിയാക്ഷൻ ഉണ്ടാവും. ഇതൊന്ന് കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് കഴിയട്ടെ. അതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ഒരുപാട് സമയം ഇതിട്ടിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് താഴ്ഭാഗമൊക്കെ നല്ലോണം ഉരച്ച് വൃത്തിയാക്കി എടുക്കുക. ഇപ്പോൾ നല്ലോണം അഴുക്ക് പിടിച്ച് കിടക്കുകയാണെങ്കിൽ നല്ല പ്രഷർ കൊടുത്തിട്ട് തന്നെ ഇത് ഉരച്ചെടുക്കണം. താഴ്ഭാഗം മുതൽ തുടങ്ങാം. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിരിക്കും കൂടുതൽ അഴുക്ക് കെട്ടിക്കിടക്കുക. അപ്പോൾ ആ ഭാഗം നല്ലോണം ഉരക്കാൻ ശ്രദ്ധിക്കണം. താഴ്ഭാഗം ഒന്ന് ക്ലീൻ ആയതിന് ശേഷം നമുക്ക് സൈഡും പുറം ഭാഗം, അതായത് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഈ ഉൾഭാഗവും മുകൾ ഭാഗവും ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ കുക്കറിൻ്റെ എല്ലാ ഭാഗവും നല്ല പോലെ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അടിഭാഗം ക്ലീൻ ചെയ്തിനില്ല. ഈ സൈഡും മുകൾ ഭാഗമൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഉൾഭാഗവും. അപ്പോൾ നന്നായിട്ട് കഴുകി കൊടുക്കാം. ഉള്ളും സൈഡൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗമാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. താഴ്ഭാഗത്ത് കുറച്ച് അഴുക്ക് കൂടുതലായിരിക്കും. അറിയാലോ, ഗ്യാസിൻ്റെ മുകളിലൊക്കെ വെച്ച് കുക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ കരിയും പൊടിയൊക്കെ പിടിച്ച് നല്ല അഴുക്കായി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ആ ഒരു അളവിൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വിനെഗർ ഒഴിച്ച് കൊടുക്കാം. ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷ് ആയാലും മതി. അതിനുശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഉരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അഴുക്ക് പോകുന്നത്. നല്ലോണം പ്രഷർ കൊടുത്തിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം.
ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ വിനെഗറും ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിച്ചല്ലേ, അതിൻ്റെ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ ക്ലീനിങ് ചെയ്യുകയാണ്. ഫൈനൽ ക്ലീനിങ് ഞാൻ ഡിഷ് വാഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡിഷ് വാഷ് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന നാരങ്ങയില്ലേ, നാരങ്ങാത്തൊലി, ആ നാരങ്ങാത്തൊലി ഇട്ടിട്ട് ഈ കുക്കറിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്താലും മതി. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ കുക്കറിനുണ്ടാവുക. ഞാനിപ്പോൾ ഡിഷ് വാഷ് വെച്ചിട്ട് നേരത്തെ യൂസ് ചെയ്ത ആ സ്ക്രബ്ബറിനെ വെച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുക്കർ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഉള്ളും പിന്നെ സൈഡും താഴ്ഭാഗമൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് കംപ്ലീറ്റ് തുടച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുക്കറൊക്കെ നമ്മൾ പല കുക്കിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ആഴ്ചയിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കുക്കർ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും. അപ്പോൾ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.